നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. രാജു, ഇപ്പോഴേ എന്നെ കാണാൻ എങ്ങനെയുണ്ട്? അല്ല, എത്രയായി ഡ്രസ്സിന്? 4000. 4000. ഒരു 500 രൂപ കൂടെ കൊടുത്തിരുന്നെങ്കിൽ സ്വന്തമായിട്ട് ഒരു ഡ്രസ് വാങ്ങാറുന്നല്ലോ. ശ്രീ, അച്ഛൻ വന്നേ. എന്താ എന്തു പറ്റി? മുഖാന്താ വല്ലാതിരിക്കുന്നേ? അല്ല, ഇതാരാ? എത്രയാ? 1000 മതി. 1000. ഞാനൊന്ന് നോക്കട്ടെ. സുശീല, നീ കാര്യമൊന്നും ചാടിക്കേറി പറയാൻ നിൽക്കണ്ട. സാവധാനം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം. മനസ്സിലായോ? അച്ഛൻ വന്നോ? അപ്പൂപ്പന്റെ സമ്മാനം. സുശീലൻ എന്താ അച്ഛന്റെ കൂടെ? എന്താ അവിടെ തന്നെ നിന്നളഞ്ഞ് ഇരിക്കൂ. ഇരിക്കാനുള്ള സമയമൊന്നുമില്ല. പോയിട്ട് കുറച്ച് ധൃതി ഉണ്ടായിരുന്നു. രാധമ്മേ, നിനക്ക് മനസ്സിലായോ? ജയന്റെ കൂട്ടുകാരൻ സുശീലനാ. ജയന്റെ കൂട്ടുകാരനോ? അപ്പൊ നിങ്ങളാരും ഒന്നും അറിഞ്ഞില്ലേ? ജയനൊന്നും വിളിച്ചു പറഞ്ഞില്ലേ? ഇല്ല. ഞാനാ പറഞ്ഞത് ആരെയും വിളിച്ചൊന്നും പറയണ്ടെന്ന്. എന്താ പറ്റിയത്? ഡോക്ടറിന്റെ സവാരിക്കാണല്ലോ വേണുചാട്ടൻ ഇവിടുന്ന് പോയത്. അവിടെ വെച്ച് വേണുചാട്ടന് ഒരു ആക്സിഡന്റ് പറ്റി. അല്ല, പേടിക്കാനൊന്നുമില്ല. ചായ വാങ്ങാനായി റോഡ് ക്രോസ് ചെയ്തപ്പോ ഒരു ഓട്ടോ വന്നിടിച്ചതാ. ഭാഗ്യം കൊണ്ടൊന്നും പറ്റിയില്ല. രാജുവിനെ വിളിച്ചു പറഞ്ഞ് വിഷമിപ്പിക്കേണ്ടത് ഞാനാ പറഞ്ഞത്. എന്നിട്ടിപ്പോ എന്തായി? ഡോക്ടർ എന്ന സവാരിക്കൂലി മുഴുവൻ അവൻ കൊണ്ടുപോയി. ഇവന്റെ കൂടെ എന്നെ ബസ് കയറ്റി വിട്ടു. ജയന് പെട്ടെന്നൊരു അത്യാവശ്യം വന്നപ്പോ റോൾ ചെയ്യാൻ വാങ്ങിച്ചാ പെട്ടെന്ന് തിരിച്ചു തരും. അല്ല, എന്നിട്ട് നിനക്ക് എന്തെങ്കിലും പറ്റിയോ മനുഷ്യ? സത്യം പറയ്. ഞാൻ രാജുവിനെ വിളിക്കട്ടെ? നമുക്ക് ഏതെങ്കിലും നല്ല ആശുപത്രി പോവാം. എനിക്ക് കുഴപ്പമൊന്നുമില്ലടി. കാലിന് ചെറിയൊരു വേദനയുണ്ട്, അത്രേ ഉള്ളൂ. എന്നാ പിന്നെ ഞാൻ പോട്ടെ. പ്രിയ, ശരിയാ. ശരി സുശീല. ഞാൻ തനിയെ വന്നോളാന്ന് ജയനോട് പറഞ്ഞതാ. എവിടെ കേൾക്കാൻ? ഈ കുരിശിനെ തലയിൽ വെച്ചിട്ട് ഇങ്ങോട്ട് വിട്ടു. ഇപ്പൊ 1000 പോയില്ലേ? അതുകൂടി കൂട്ടി 1800 നഷ്ടം. എന്റെ പോക്കറ്റും കാലിയായി. എന്തൊരു ഐശ്വര്യ ഋതിക മാഡത്തിന്. അമ്മ പത്മാവതി അമ്മയെ പോലെ തന്നെ. പിന്നെ ആക്സിഡന്റ് ആയ കാര്യം അവരോടൊന്നും പറയാൻ നിൽക്കണ്ട. അവൻ എന്നെ വഴക്കൂറി. വാ രാധേനോട് ഫോണിൽ പറയുന്നുണ്ടായിരുന്നു മോള് വന്ന വിശേഷം. അച്ഛനെപ്പോഴാ വന്നേ? ഇപ്പൊ വന്ന് കേറിയതുള്ളൂടാ. കൊറേ കാലം കഴിഞ്ഞ് ദൂരയാത്ര നടത്തിയത് സന്തോഷമായി കാണുമല്ലോ. ദേ, ഇനി എന്നോട് പറയാതെ ഉള്ള യാത്രകളൊന്നും വേണ്ട. ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. എന്നോട് ചോദിക്കാതെ ഇനി അച്ഛനെ എങ്ങും വിടണ്ടെന്ന്. ഇനി ഈ കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. നിന്നോട് ചോദിക്കാതെ ഞാൻ ഇനി ഒരു സവാരിക്കും പോവില്ല. അല്ലേടി രാധമ്മ? മോളെ, അമ്മ കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ശരി അമ്മ. അപ്പൊ നിങ്ങള് അമ്മയും മോളും പോലെ ആയോ? ഋതിക മോള എന്നോട് പറഞ്ഞത് എന്നെ മാഡം എന്ന് വിളിക്കണ്ട, മോളെ എന്ന് വിളിച്ചാ മതിയെന്ന്. പിന്നെ ഇതിലും വലിയ എന്തും ഭാഗ്യം നിനക്ക് വരാനുള്ളത്. മോനെ രാജു, ട്യൂഷൻ നടക്കട്ടെ. ഞങ്ങളകത്തേക്ക് പോയിക്കൊള്ളാം. പോ. ചെല്ല്. ഋതിക മാഡം നന്നായി പഠിക്കണം. പഠിച്ച് ഈ എക്സാം പാസ്സാവണം. മാഡത്തിന്റെ അച്ഛന് വലിയ സന്തോഷാവും. മേഡം ഇരിക്കും. മേഡം, രാജുവിന്റെ വീട്ടുകാരെ കാണുമ്പോ ശരിക്കും എനിക്ക് അസൂയാവുന്നു. എന്ത് നല്ല സ്നേഹത്തിലാ നിങ്ങൾ കഴിയുന്നേ. മേഡം, ഈ വീട്ടിൽ ആകെ കുറവുള്ളത് ഒരേ ഒരു കാര്യം മാത്രമാ, സാമ്പത്തികം.
സ്നേഹത്തിന് ഇവിടെ യാതൊരു കുറവുമില്ല, ആവശ്യത്തിലേറെയുണ്ട്. ആ ആ, നമുക്കേ ഇന്നൊരു ചാപ്റ്റർ മുഴുവൻ തീർക്കണം. ശരി സർ, ഞാൻ റെഡി. ഓ, വന്നോ വെള്ളപ്പാറ്റ? രാജുവിനെ മാത്രം കാണാന്ന് വിചാരിച്ചു വന്നതാ ഞാൻ. എവിടെ നോക്കിയാലും തടസ്സമായിട്ട് ഇവളുണ്ടല്ലോ. എങ്ങനെയെങ്കിലും രാജുവിനെ ഇംപ്രസ് ചെയ്യണം. ഈ ലുക്കിൽ രാജുവിനെ കണ്ട രാജു വീഴും, എനിക്ക് ഉറപ്പാ. And v is the velocity of the object. It's you. ഇതെന്താ ഫാഷൻ ഷോയോ? രാജു, ഇപ്പോഴേ എന്നെ കാണാൻ എങ്ങനെയുണ്ട്? അല്ല, എത്രയായി ഈ ഡ്രസ്സിന്? 4000, 4000. ഒരു 500 രൂപ കൂടെ കൊടുത്തിരുന്നെങ്കിൽ സ്വന്തമായിട്ടൊരു ഡ്രസ്സ് വാങ്ങാറുന്നല്ലോ. ഇതിപ്പോ വാടകയ്ക്ക് എടുത്ത പോലെ ഉണ്ട്. അതെ, ഇത് പുതിയ ഡ്രസ്സാ. വാടകയ്ക്ക് ഡ്രസ് എടുക്കേണ്ട ആവശ്യമൊന്നും ഈ രമ്യക്കില്ല. ആ, നീ പറ രാജു, എങ്ങനെയുണ്ട്? ഒട്ടും മാച്ചിങ് അല്ല. ഫാൻസി ഡ്രസ്സിന് വേഷം കെട്ടിയതുപോലെ ഉണ്ട്. അതിന് നിന്നോട് ആരാ ചോദിച്ചത്? രാജു, എങ്ങനെയുണ്ട്? കൊള്ളാം, ഡ്രസ് കൊള്ളാം. ആ, അതന്നെ ഞാനും പറഞ്ഞത്. ഡ്രസ്സ് മാത്രം കൊള്ളാം. ഈ ഹീൽസ് ഒക്കെ ഇങ്ങനെ പരിചയമില്ലാത്തവരിട്ടല്ലേ കാല് തന്നെ താഴെ വീഴും. ഓ, ഇവളോ ഞാനിന്ന്. അല്ല, ആ ഐഡിയ കൊള്ളാലോ. ഒന്ന് സ്ലിപ്പായി രാജുവിന്റെ ദേഹത്തേക്ക് വീണാലോ? അയ്യോ രാജു, എന്ത്? അയ്യോ സോറി രാജു. ഒരു മിനിറ്റ്. ആ, ഹലോ വർമ്മ സാർ. ആ രാജു, ഇപ്പൊ എന്നെ മുംബൈയിൽ നിന്ന് വിളിച്ചിരുന്നു. അവര് കാർഡ് അയച്ചിട്ടുണ്ട്, നീ അതൊന്ന് പോയി കളക്ട് ആ ചെയ്യണം. ശരി സാർ. ആ പിന്നെ ഋതിക മാഡത്തിന്റെ എൻഗേജ്മെന്റിന്റെ ഇൻവിറ്റേഷന്റെ മാറ്റർ ഞാൻ ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനത് സാറിന് അയച്ചുതരാം. എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ സാറ് പറഞ്ഞാൽ മതി. ഓക്കെ ആക്കിയിട്ട് നമുക്ക് ഉടനെ തന്നെ പ്രിന്റിങ്ങിന് കൊടുക്കാം. ശരി. ഓക്കെ സാർ. രാജു, ഋതിക മേഡത്തിന്റെ ഉണ്ടല്ലേ, ഈ എൻഗേജ്മെന്റ് നടക്കാൻ പോകുന്ന കാര്യം ഋതിക മാഡത്തിന് അറിയില്ല. അറിഞ്ഞാ മാഡത്തിന് അത് വിഷമാവും. പിന്നെ സപ്ലിമെന്ററി എക്സാമിന് മാഡത്തിന് കോൺസെൻട്രേഷൻ കിട്ടില്ല. അയ്യോ ആണോ? ഇല്ലില്ല, ഞാനൊന്നും വേണ്ടില്ല. പാവം, കല്യാണം കഴിഞ്ഞ് പോവാൻ തുടങ്ങുന്ന കുട്ടിയാന്നറിയാതെ ഞാൻ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടി. എന്ത് ചിന്തിച്ചു കൂട്ടി? ഏയ്, അതൊന്നുമില്ല. രാജു പോയി ട്യൂഷൻ എടുക്ക്. ചെല്ല. യെസ്. അയ്യോ, എഴുതിയായിരുന്നോ? ആ ആ, ബാക്കി പറഞ്ഞാ മതി. അത് കഴിഞ്ഞ് ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.